Hi everyone, this is me, Casac Benjali. ഒരു ബിസിനസ്സുകാരൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇന്ന് എന്താണെന്ന് അറിയോ? കോമ്പറ്റീഷൻ ആണ്. നമ്മൾ ഏതെങ്കിലും ഒരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ആശയം തുടങ്ങിക്കഴിഞ്ഞാൽ, ദേ തൊട്ടടുത്ത് അപ്പുറത്തൊരാൾ ഇതുപോലത്തെ ഒരു സാധനം കൊണ്ടുവരുന്നു. അത് റെസ്റ്റോറൻ്റ് ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഡക്ഷൻ യൂണിറ്റ് ആകാം. എന്തിനേറെ ആമസോണിന് വരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കോപ്പി ചെയ്തിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടും ഇപ്പോൾ ധാരാളം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ തുടങ്ങും. അങ്ങനെ ഏതെങ്കിലും ഒരു ബിസിനസ് മോഡൽ സക്സസ് ആയി എന്ന് കാണുമ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് അതിൻ്റെ കോപ്പി ക്യാറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് ബിസിനസ് വളരെ വലിയൊരു കോമ്പറ്റിറ്റീവ് ആയിട്ടുള്ളൊരു വാർ ഫീൽഡാക്കി മാറിയിരിക്കുകയാണ്. ആക്ച്വലി മാർക്കറ്റിൽ നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെയിം കസ്റ്റമർ, സെയിം നമ്പർ ഓഫ് കസ്റ്റമർ, അവരുടെ ബൈയിങ് കപ്പാസിറ്റി, ഡെമോഗ്രഫി എല്ലാം സെയിം ആയിട്ടുള്ള ഒരേ മാർക്കറ്റിൽ കിടന്നുകൊണ്ട് ഓരോ ഓൺട്രപ്രണറും പരസ്പരം വെട്ടി കൊന്നും മരിച്ചും കൊണ്ടിരിക്കുകയാണ്. രക്തരൂക്ഷിതമാണ്. അത് വളരെ രസകരമായിട്ട് ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജി എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്. സോ ഈ ഒരു വാർ ഫീൽഡ്, റെഡ് ഓഷ്യൻ എന്ന് പറയുന്ന രക്തം കൊണ്ട് ബിസിനസ്സുകാരുടെ കോമ്പറ്റിറ്റീവ് വാറിൽ രക്തം വാർന്നൊഴുകി കിടക്കുന്ന ഒരു വലിയൊരു സ്ഥലമാണ് റെഡ് ഓഷ്യൻ. അതായത് കോമ്പറ്റിറ്റീവ് മാർക്കറ്റിന് നമുക്ക് ജനറലി വിളിക്കാവുന്ന പേരാണ്. എല്ലാ മാർക്കറ്റിനകത്തും മിക്കയിടത്തും ഹ്യൂജ് കോമ്പറ്റീഷൻ നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ്. എല്ലാ ഓൺട്രപ്രണേഴ്സും അവരുടെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന, അവർക്ക് വലിയ പ്രശ്നമായിട്ട് അവർ പങ്കുവെക്കുന്നത്, ഇതിൽ നിന്ന് എങ്ങനെ പുറത്ത് കിടക്കാം. ഇതൊരു പെർമനൻ്റ് പുറത്ത് കിടക്കലൊന്നും അല്ല കേട്ടോ. അങ്ങനെ ഒരു സംഭവം ഇല്ല. പെർമനൻ്റ് ആയിട്ട് വാല്യൂ അഡീഷൻ അല്ലെങ്കിൽ വാല്യൂ ഷിഫ്റ്റ്, വാല്യൂ ഇന്നോവേഷൻ ബിസിനസ്സിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇല്ല. നിലവിൽ നിങ്ങൾക്ക് ഫോർ എ ടൈം ബീങ് നിങ്ങൾക്ക് ഈ കോമ്പറ്റീഷനിൽ നിന്ന് പുറത്ത് കിടന്നിട്ട് കൂടുതൽ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഏതുപോലെ നമ്മൾ വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു വാർ ഫീൽഡ് ആയിരുന്നു ഈ ടെലികോം മേഖലയിൽ ഉണ്ടായിരുന്നത്. വളരെ പെട്ടെന്ന് ഒരു പുതിയൊരു സ്ട്രാറ്റജിയോട് കൂടിയിട്ട് ജിയോ വന്നു. മാർക്കറ്റിൻ്റെ വലിയൊരു 30-35% ടോട്ടൽ ടെലികോം മാർക്കറ്റിനെ അങ്ങ് ഗ്രാബ് ചെയ്തു. വളരെ വലിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജി കൊണ്ടുവന്നു. എയർടെല്ലിൻ്റെയും വോഡാഫോൺ ഐഡിയയും പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് വോഡാഫോണും ഐഡിയയൊക്കെ ഒരുമിച്ച് ചേർന്നു. പക്ഷെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള വലിയൊരു മാർക്കറ്റ് ക്യാൻവാസ് ആണ് ജിയോ ചെയ്തത്. ഇതിന് പറയുന്ന പേരാണ് പുതിയ വാല്യൂ ഷിഫ്റ്റ് അല്ലെങ്കിൽ ഇന്നോവേഷൻ കൊണ്ടുവരിക. അതിന് വ്യത്യസ്തമായ സ്ട്രാറ്റജികൾ നമ്മൾ ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് ഈ ഒരു കോമ്പറ്റീഷനിൽ നിന്ന് പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് എറിക് സ്ട്രാറ്റജി. എറിക് എന്ന് പറഞ്ഞാൽ ERIC. ഈ ഒരു സ്ട്രാറ്റജി നിങ്ങളുടെ ബിസിനസ്സിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കോമ്പറ്റീഷനിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റും. അത് പെർമനൻറ്റ് കോമ്പറ്റീഷനിൽ നിന്ന് പുറത്ത് കിടക്കലില്ല. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സ് ആയിക്കൊണ്ട് നിങ്ങൾ നിലവിൽ അല്ലെങ്കിൽ നിങ്ങൾ എത്തി നിൽക്കുന്ന ഓരോ സ്റ്റേജിലും നിങ്ങൾ ഈ എറിക് സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് വാല്യൂ ഷിഫ്റ്റ് നടത്തിക്കൊണ്ടേയിരിക്കണം. അല്ല എങ്കിൽ നമുക്ക് ബിസിനസ്സിൽ ഒരിക്കലും തന്നെ ഒരു വലിയ ഹ്യൂജ് സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. എറിക് സ്ട്രാറ്റജി എന്താണ്? എറിക് സ്ട്രാറ്റജി അത് നമ്മുടെ ബിസിനസ്സിനകത്ത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും? ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ടാണ് പറയാം. ഫോർ എക്സാമ്പിൾ നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന ഒന്നാണ്, നമ്മൾ നിലവിൽ കണ്ടുകൊണ്ടിരുന്ന പല സംഗതികളെയും നമുക്ക് അതിലേക്ക് റിലേറ്റ് ചെയ്യാം. അപ്പോൾ എറിക് സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മളിവിടെ പറയുന്നത് ഫസ്റ്റ് ഫോർ എലിമിനേഷൻ. എലിമിനേറ്റ് ചെയ്യുക. നിലവിലുള്ള ബിസിനസ് മോഡലിൽ നിന്ന്, നിലവിലുള്ള പാറ്റേണിൽ നിന്ന് നമുക്ക് എന്തൊക്കെ വാല്യൂ ആഡഡ് അല്ലാത്ത അല്ലെങ്കിൽ കസ്റ്റമറെ വലിച്ചടുപ്പിക്കുന്ന ഘടകമല്ലാത്ത സാധനങ്ങളെല്ലാം നമുക്ക് എങ്ങനെ എലിമിനേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഊബർ ഈറ്റ്സിനെ നമ്മൾ എടുത്ത് നോക്കും. ഊബർ ഈറ്റ്സിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതുവരെ നമ്മുടെ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് എന്തൊക്കെ ഒഴിവാക്കാം? കിച്ചൺ എല്ലാ സ്ഥലത്തും വേണമെന്നുള്ളത് നമുക്ക് ഒഴിവാക്കാം. അല്ലെങ്കിൽ കിച്ചൺ തന്നെ വേണ്ട, മറിച്ച് കസ്റ്റമറെ ഇങ്ങോട്ട് അടുപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യുക. റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യുക. അവിടെ ഡൈനിങ് ഒഴിവാക്കുക, ടേബിളേ വേണ്ട, മറിച്ച് ഫുഡ് ഉണ്ടാക്കുന്നു, അത് ആവശ്യമുള്ള ആളുകൾ മെനു കാർഡ് അവരുടെ അടുത്ത് എത്തിക്കുന്നു, അവിടേക്ക് തന്നെ ഡെലിവറി ചെയ്യുന്നു, അവർ വീട്ടിൽ നിന്ന് കഴിക്കുന്നു. അപ്പോൾ ഇവിടെ എന്തൊക്കെ എലിമിനേറ്റഡ് ആയി? ഫെസിലിറ്റി, റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന കോസ്റ്റ് ഉണ്ടാക്കുന്ന, നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ ഏറ്റവും കൂടുതൽ പോകുന്ന കിച്ചൺ, ഡൈനിങ് ഏരിയ, മെയിൻ്റനൻസ്, ഇതൊന്നും വേണ്ട. നിങ്ങൾക്ക് എവിടെ നിന്നും ഫുഡ് ഉണ്ടാക്കിയിട്ട് കസ്റ്റമറിലേക്ക് എത്തിക്കുക. ദാറ്റ് ഈസ് കോൾഡ് എലിമിനേഷൻ. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിനകത്ത് ഇങ്ങനെ ഏതെങ്കിലും ടെക്നോളജി ഇന്നോവേഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, വാല്യൂ ഷിഫ്റ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഒഴിവാക്കിയാൽ തരക്കേടില്ല. കോസ്റ്റ് ഏറ്റവും കൂടുതൽ സക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, കോസ്റ്റ് ഏറ്റവും കൂടുതൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെഗ്മെന്റിനെ ഒഴിവാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ ചിന്തിക്കണം. വാട്ട് യു ക്യാൻ എലിമിനേറ്റ്. കസ്റ്റമർക്ക് അത് വേറെ രൂപത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എലിമിനേഷൻ കൊണ്ടുവരാം. അതാണ് നിങ്ങൾ ആദ്യം ചിന്തിക്കണം. നിങ്ങളുടെ ബിസിനസ്സിനകത്ത് എലിമിനേറ്റ്, അതാണ് എലിമിനേറ്റ്. അപ്പോൾ എലിമിനേറ്റിനെ കുറിച്ച് ഞാൻ മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് ക്രിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ക്രിക്കറ്റിൽ മുൻകാലങ്ങളിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്?
5 ദിവസത്തെ ടെസ്റ്റ് മാച്ച് ആയിരുന്നു ഉണ്ടായിരുന്നത്. 5 ദിവസത്തെ നീണ്ടു നിൽക്കുന്ന ടെസ്റ്റ് മാച്ച് ആവേശത്തോടുകൂടി. പിന്നെ ആളുകൾ ബിസിയായി, ആളുകൾക്ക് മറ്റു പല കാര്യങ്ങൾ, എന്റർടൈൻമെന്റ് വന്നു, മൂവീസ് വന്നു, കളർ മൂവീസ് വന്നു. അപ്പൊ 5 ദിവസത്തെ കളിയൊന്നും ആരും കാണാൻ നിൽക്കില്ല. അപ്പൊ അതിൽ കൊമേഴ്ഷ്യൽ എലമെന്റ് നഷ്ടമായി. അപ്പൊ വൺ ഡേയിലേക്ക് കൊണ്ടുവന്നു, രാവിലെ തുടങ്ങിയിട്ട് വൈകുന്നേരം വരെ. ഇന്നിപ്പോ വൺ ഡേ മാച്ചും ഫുൾ ടൈം കാണുന്നവരാരില്ല. പക്ഷെ ഞാനൊക്കെ മുൻകാലങ്ങളിൽ എന്റെ കുട്ടിക്കാലത്ത് മറ്റ് എന്റർടൈൻമെന്റുകളില്ല. ആകെയുള്ള എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് ഇത് മാത്രമായിരുന്നു ക്രിക്കറ്റ്. അപ്പൊ രാവിലെ 9 മണിക്ക് അങ്ങ് ടിവിയുടെ മുന്നിൽ പോയിരുന്നു കഴിഞ്ഞാൽ അവർ ക്രിക്കറ്റ് കളിക്കാർ ബ്രേക്കിന് പോകുമ്പോൾ മാത്രം നമ്മളും ബ്രേക്കിന് പോയി. ക്രിക്കറ്റ് കളിക്കാർ കളി അവസാനിപ്പിക്കുമ്പോൾ മാത്രം TV ഓഫ് ചെയ്തിട്ട് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് നിങ്ങളിൽ എത്ര പേര് ഫുൾ ഡേ ഇങ്ങനെ വൺ ഡേ മാച്ച് ഫുൾ ടൈം ഇരുന്നിട്ട് കാണുന്നുണ്ട്? ആരും കാണുന്നില്ല. വളരെ കുറച്ച് ശതമാനം ആരെങ്കിലും കണ്ടാൽ അത്രയും ഭ്രാന്തുള്ള ക്രിക്കറ്റ് ഫാൻസ് ആയിട്ടുള്ള ആളുകൾ. അല്ലാത്തവർ കാണില്ല. അതും മനസ്സിലാക്കിയിട്ട് അപ്പൊ എന്ത് ചെയ്തു? ഫുൾ ഡേ ക്രിക്കറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അങ്ങ് എലിമിനേറ്റ് ചെയ്തിട്ട് പുതിയൊരു സാധനം കൊണ്ടുവന്നതാണ് എന്ത്? IPL. അതായത് നിലവിലുള്ള സാധനത്തെ, വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്ന സാധനത്തെ അങ്ങ് എലിമിനേറ്റ് ചെയ്തിട്ട് പുതിയൊരു സാധനത്തെ കൊണ്ടുവരിക. അപ്പൊ ആ നിലവിലുള്ള സാധനത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട സാധനങ്ങളെല്ലാം ലിസ്റ്റ് എടുത്തിട്ട് എലിമിനേറ്റ് ചെയ്യുക. അതാണ് എന്ന് പറയുന്ന എലിമിനേറ്റ്. എറിക് സ്ട്രാറ്റജിയിലെ എലിമിനേറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബിസിനസ്സിൽ ഇപ്പോൾ അത്ര വലിയ വാല്യൂ ക്രിയേറ്റ് ചെയ്യാതെ എന്നാൽ കസ്റ്റമർ വരുന്നതിന് തടസ്സമായി നിൽക്കുന്ന സാധനങ്ങൾ ഒഴിവാക്കുക. എലിമിനേറ്റ്. ആൻഡ് നമ്പർ 2, റെഡ്യൂസ് ചെയ്യുക. ഓവർ പൂർണ്ണമായിട്ട് ഒഴിവാക്കണ്ട, പക്ഷെ ഓവറിന്റെ എണ്ണം അങ്ങ് കുറച്ചു. അവർ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റില്ല, പക്ഷെ ഒരു സിനിമയൊക്കെ കാണുന്ന ഒരു സമയം, ഒരു 2.5-4 മണിക്കൂർ മാത്രമാണ് ഒരു മനുഷ്യനെ വളരെ വലിയ രീതിയിൽ എന്റർടൈൻ ചെയ്യാൻ പറ്റുക. ഇനി കുറച്ച് കഴിഞ്ഞ് 1.5 മണിക്കൂറിൽ വേണ്ടി വരും, അത് വേറെ കാര്യം. പക്ഷെ എന്ന് പറയുന്നത് അതിനെ റെഡ്യൂസ് ചെയ്തു, സമയം റെഡ്യൂസ് ചെയ്തു, അതുപോലെ തന്നെ അതിനിടയിലുള്ള കളികളെല്ലാം റെഡ്യൂസ് ചെയ്തു, ക്രിക്കറ്റിന്റെ ഗ്രൗണ്ടിന്റെ സൈസ് റെഡ്യൂസ് ചെയ്തു, കൂടുതൽ റൺ എടുക്കുന്ന രീതിയിലേക്കുള്ള സൈസ് അങ്ങ് റൺ എടുക്കാൻ സഹായകരമാകുന്നുള്ള സൈസ് റെഡ്യൂസ് ചെയ്തു. ഇങ്ങനെ എല്ലാം അങ്ങ് റെഡ്യൂസ് ചെയ്തു. മാത്രമല്ല ഇതിനകത്തേക്ക് ക്രിക്കറ്റിന് മുമ്പുണ്ടായിരുന്ന ഒരു ടീമിന് വേണ്ടിയിട്ട് ഒരു രാജ്യക്കാർ മാത്രം ഫൈറ്റ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ട്. എലിമിനേഷനിൽ പറയാൻ വിട്ടുപോയതാണ്. നേരെ മറിച്ച് ഒരു ടീമിൽ തന്നെ പല രാജ്യക്കാരും ഉണ്ടാകുമ്പോൾ ആ നാഷണൽ ആയിട്ടുള്ള നമ്മുടെ ഒരു വൈരാഗ്യ ബുദ്ധി മാറിയിട്ട് എല്ലാ രാജ്യത്തും ഫാൻസ് കൊണ്ടുവരാനും എല്ലാ രാജ്യത്തും ക്രിക്കറ്റിനെ ജനകീയമാക്കാനും പറ്റുന്ന രീതിയിലേക്ക് ആ ഒരു സംഭവം കൊണ്ടുവന്നു. അപ്പം നാഷണൽ അതല്ലെങ്കിൽ റൈവർ എന്ന് പറയുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള വിരോധം എന്ന് പറയുന്ന സാധനത്തെ അങ്ങ് എലിമിനേറ്റ് ചെയ്തു. എല്ലാ ടീമിലും എല്ലാ രാജ്യക്കാരെയും കൊണ്ടുവന്ന് നിറച്ചു. സോ അങ്ങനെയാണ് എലിമിനേഷൻ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ബിസിനസ്സിനകത്തും എന്തൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക. വാല്യൂ ഇല്ലാത്ത സാധനങ്ങൾ എലിമിനേറ്റ് ചെയ്യുക. അപ്പം രണ്ടാമത്തെ നമ്മൾ റെഡ്യൂസ് ചെയ്യണം. പൂർണ്ണമായിട്ട് ഒഴിവാക്കണ്ട, മറിച്ച് റെഡ്യൂസ് ചെയ്ത സമയം റെഡ്യൂസ് ചെയ്തു, അതുപോലെ തന്നെ ഓവർ റെഡ്യൂസ് ചെയ്തു. ഈ രീതിയിലാകുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ ആളുകൾക്ക് ഈ സംഭവത്തെ അക്സെപ്റ്റ് ചെയ്യാൻ സഹായിക്കും. ഇനി നമ്പർ 3 ആണ് ഇൻക്രീസ്. എന്താണ് ഇൻക്രീസ് ചെയ്യേണ്ടത്? എന്റർടൈൻമെന്റ് എലമെന്റ്സ് അങ്ങ് ഇൻക്രീസ് ചെയ്തു. കളിക്കിടയിൽ എന്റർടൈൻമെന്റ് ഫാക്ടേഴ്സ്, മ്യൂസിക്, 6 അടിച്ചു കഴിഞ്ഞാൽ മ്യൂസിക്, അതല്ലെങ്കിൽ 4 അടിക്കുന്ന സമയത്ത് വേറെ മ്യൂസിക്, ഓരോ ടീം വിജയിക്കുമ്പോഴും വിക്കറ്റ് പോകുമ്പോഴെല്ലാം എന്റർടൈൻ ചെയ്യാനുള്ള എലമെന്റ് അതിനകത്തേക്ക് കൊടുത്തു. വേറെയും ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അങ്ങനെ എന്റർടൈൻമെന്റ് ഫാക്ടേഴ്സ് IPL കൊടുത്തു. അതുപോലെ തന്നെ നമുക്ക് ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഫീൽ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ റണ്ണ് കൂടുതൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള സ്ട്രാറ്റജി അതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്തു. സോ ഇൻക്രീസ്. അപ്പൊ നിങ്ങളുടെ ബിസിനസ്സിനകത്തേക്ക് കൂടുതൽ ആളുകളെ വലിച്ചടുപ്പിക്കുന്ന, കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, ഫോർ എക്സാമ്പിൾ ഊബർ ഈറ്റ്സിന്റെ കേസിലാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം കൺവീനിയന്റ് ആണ്. അപ്പൊ കൺവീനിയന്റ് ആവണം, സ്പീഡ് ഇൻക്രീസ് ചെയ്യണം, ആളുകൾക്ക് വളരെ പെട്ടെന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്ന സ്റ്റെലഫ്സിന്റെ ചോയ്സ് ഇൻക്രീസ് ചെയ്തു. ധാരാളം ചോയ്സുകൾ ഇൻക്രീസ് ചെയ്തു. ഇഷ്ടം പോലെ ഏത് റെസ്റ്റോറൻറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ പ്ലാറ്റ്ഫോമിനകത്ത് എടുക്കാം. നിങ്ങൾക്ക് ചൈനീസ് വേണോ, അറബിക്ക് വേണോ, അതല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ വേണോ, നോർത്ത് ഇന്ത്യൻ വേണോ, ഏത് ടൈപ്പ് ഫുഡ്, അല്ലെങ്കിൽ വെസ്റ്റേൺ വേണോ, കംപ്ലീറ്റ് കോണ്ടിനെന്റൽ വേണോ, എന്ത് വേണമെങ്കിൽ നിങ്ങളുടെ വെറൈറ്റി ഓഫ് ചോയ്സ് ഇൻക്രീസ് ചെയ്തു. സോ അത് നിങ്ങളുടെ കസ്റ്റമറെ കൂടുതൽ കൊണ്ടുവരാൻ സഹായിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ കസ്റ്റമർക്ക് ആവശ്യമുള്ളത് എന്താണോ ആ ഒരു സാധനത്തെ സ്പീഡാക്കാം. നിങ്ങളുടെ ബിസിനസിന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാം, അതല്ലെങ്കിൽ അവരുടെ കൺവീനിയൻസ് ഇൻക്രീസ് ചെയ്യാം. ഏതാണോ കസ്റ്റമറുടെ പ്രോഫിറ്റ് മേക്കിംഗ് പോയിന്റ് അത് കൂട്ടുക. നിങ്ങൾക്ക് ഏറ്റവും പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് കൂടുതൽ കസ്റ്റമറിലേക്ക് എത്തിക്കാനുള്ള രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുക. ഇങ്ങനെ എറിക് സ്ട്രാറ്റജി നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. ദാറ്റ് ഈസ് കോൾഡ് ഇൻക്രീസ്. ഇനി പറയുന്നതാണ് C, ക്രിയേറ്റ് ചെയ്യുക. അതുവരെ കേൾക്കാത്ത, അതുവരെ കാണാത്ത ഒരു പ്ലാറ്റ്ഫോമോ രീതിയോ അങ്ങ് ക്രിയേറ്റ് ചെയ്യുക. ക്രിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ക്ഷമയോടിരുന്ന് കുറച്ചൊക്കെ ബോറടിച്ച്
ലാഗ് ചെയ്ത് കണ്ടുകൊണ്ടിരുന്ന ഒരു സംഭവമാണെങ്കിൽ ലാഗ് ചെയ്യാനുള്ള ഒരു എലമെൻറ്റും ഇല്ലാത്ത രീതിയിൽ മൂവി സ്റ്റാർസിനെ കൊണ്ടുവരുന്നു, ചിയർ ഗേൾസിനെ കൊണ്ടുവരുന്നു, ഒരു വളരെ വലിയൊരു എൻ്റർടൈൻമെൻറ്റ് മൂഡ് അതിനകത്തേക്ക് ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ ഊബർ ഈറ്റ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ അതുവരെ നമ്മൾ ഫുഡ് കഴിക്കുക എന്ന് പറയുന്ന ഒരു സാധനം എന്ന് പറയുന്നത് റെസ്റ്റോറൻറ്റിൽ പോകുക, അവിടെ ഇരിക്കുക, അവിടെ നിന്ന് ഓർഡർ കൊടുക്കുക, അവിടെ ഉള്ള സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കുക, പോരുക. ഫീഡ്ബാക്ക് പറയാനുള്ള അവസരമില്ല, ആ റെസ്റ്റോറൻറ്റിന് റേറ്റ് ചെയ്യാനുള്ള അവസരമില്ല. നമുക്ക് പലപ്പോഴും റെസ്റ്റോറൻറ്റിൽ എങ്ങനെയാണ് അവിടുത്തെ ഫുഡ് എന്ന് അറിയണമെങ്കിൽ അവിടെ ചെന്നിട്ട് തന്നെ കഴിക്കാൻ പറ്റുള്ളൂ. കസ്റ്റമർ സർവീസ് നല്ലതാണെന്ന് അറിയില്ല, ഹൈജീൻ ആണെന്നൊന്നും അറിയില്ല. എന്നാൽ ഊബർ ഈറ്റ്സ് ഇതിനെ എല്ലാം പൊളിച്ചടുക്കിയിട്ട് കസ്റ്റമർക്ക് ആവശ്യമുള്ള ഏത് ഫുഡും ആണെങ്കിലും സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തു. നിങ്ങളൊരു റെസ്റ്റോറൻറ്റ് ചൂസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫുഡ് ഐറ്റം ചൂസ് ചെയ്യണമെങ്കിൽ ആ ഫുഡ് ഐറ്റത്തിൻ്റെ റിവ്യൂ, അതിന് എത്ര ക്വാളിറ്റി ഉണ്ട്, ഏതാണോ റെസ്റ്റോറൻറ്റ് അതിൻ്റെ റിവ്യൂ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നു. നിങ്ങളുടെ ഡൈനിങ്ങിന് പോകണ്ട, നിങ്ങളുടെ വീട്ടിനകത്തിരുന്ന് നിങ്ങളുടെ വീട്ടിനകത്തേക്ക് ഫുഡ് വരത്തക്ക രീതിയിലുള്ള പ്ലാറ്റ്ഫോം ചൂസ് ചെയ്തു. നിങ്ങൾ എവിടെ നിന്നാണ് ഓർഡർ ചെയ്യുന്നത് എന്നൊന്നും നിങ്ങൾക്ക് അറിയണ്ട. നിങ്ങൾ ആ മൊബൈൽ ആപ്പിൽ ഓർഡർ ചെയ്യുന്നു, നിങ്ങൾക്ക് വളരെ കൺവീനിയൻ്റ് ആയിട്ട് കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ സാധനം കിട്ടുന്നു. നിങ്ങൾ ഹോട്ടലുമായിട്ട് വിളിച്ചു നോക്കണ്ട, മറ്റു കാര്യങ്ങളൊന്നും ട്രാക്ക് ചെയ്യേണ്ട, എവിടെ എത്തി എന്ന് പറയുന്ന ട്രാഫിക്, ഈ പ്രശ്നങ്ങളൊന്നും നിങ്ങൾ കൺസേൺ ആവേണ്ട, അതെല്ലാം ഇവർ ചെയ്തോളൂ. അതുവരെ കേൾക്കാത്ത പുതിയൊരു ബിസിനസ് മോഡൽ ക്രിയേറ്റ് ചെയ്യുക, അതുവരെ കേൾക്കാത്ത പുതിയൊരു ടെക്നോളജി അപ്ഡേഷൻ ഇൻവൈറ്റ് ചെയ്യുക. നിങ്ങളുടെ ബിസിനസ്സിനകത്ത് അതുവരെ കേൾക്കാത്ത, അതുവരെ ഇല്ലാത്ത എന്താണ് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് കുറച്ചു കാലത്തേക്കാണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ 2 വർഷം കഴിയുമ്പോൾ വേറൊരാൾ ഇതേ പാറ്റേൺ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വീണ്ടും കോമ്പറ്റീഷൻ. അപ്പോൾ നിങ്ങൾ വീണ്ടും എറിക് സ്ട്രാറ്റജി അപ്ലൈ ചെയ്തിട്ട് കോമ്പറ്റീഷൻ ബീറ്റ് ചെയ്യാൻ തുടങ്ങും. നിങ്ങളുടെ ബിസിനസ്സിനകത്ത് എന്തൊക്കെയാണ് എറിക് സ്ട്രാറ്റജി അനുസരിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ബിസിനസ്സിനകത്ത് ഒഴിവാക്കേണ്ടത് ഇതൊക്കെയാണ്, ഡിക്രീസ് ചെയ്യേണ്ടത് ഇതൊക്കെയാണ്, അതുപോലെ തന്നെ എൻ്റെ ബിസിനസ്സിനകത്ത് എനിക്ക് കൂടുതൽ ഇൻക്രീസ് ചെയ്യേണ്ടത് ഇതൊക്കെയാണ്, ഞാൻ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്താണ്, എവിടെയാണ് എനിക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്, ഇതെല്ലാം നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ട് ഇടാൻ മറക്കരുത്. സോ ഞാൻ ആ കമൻറ്റ് റിവ്യൂ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സബ്സ്ക്രൈബ് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പ്രധാനമായിട്ടൊരു കാര്യം പറയാനുള്ളത്, ഞങ്ങൾ ഇതുപോലെ തന്നെ ബിസിനസ്സുകാരെ 100 ഇരട്ടി ഗ്രോത്തിലേക്ക് എത്താൻ സഹായിക്കുന്ന ധാരാളം ബിസിനസ് സ്ട്രാറ്റജി ട്രെയിനിങ്, ഓൺട്രപ്രണർ ട്രാൻസ്ഫോർമേഷൻ ട്രെയിനിങ്, സെയിൽസ് റിലേറ്റഡ് ആയിട്ട് നിങ്ങളൊരു സൂപ്പർ സെയിൽസ്മാൻ ആക്കി മാറ്റുന്ന $1 മില്യൺ സെയിൽസ്മാൻ എന്ന് പറയുന്ന 2 മാസം നീണ്ടു നിൽക്കുന്ന $1 മില്യൺ സെയിൽസ്മാൻ ട്രെയിനിങ്, പിന്നെ സക്സസ്സിലേക്ക് നമ്മൾ എത്താൻ സഹായിക്കുന്ന ലോ ഓഫ് അട്രാക്ഷൻ ട്രെയിനിങ്, നിങ്ങളുടെ പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ പുറത്തു കടന്ന് നിങ്ങളൊരു സൂപ്പർ സക്സസ്ഫുൾ ആക്കാൻ സഹായിക്കുന്ന സെൽഫ് മാസ്റ്ററി എന്ന് പറയുന്ന ട്രെയിനിങ്, ലോ ഓഫ് അട്രാക്ഷൻ ട്രെയിനിങ്, സമ്പത്തിനെ കൂടുതൽ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാൻ സഹായിക്കുന്ന വെൽത്ത് മാസ്റ്ററി എന്ന് പറയുന്ന ട്രെയിനിങ്, ഇങ്ങനെ ധാരാളം ട്രെയിനിങ്ങുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓൺലൈനിലൂടെയാണ് ചെയ്യുന്നത്, പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനിങ് എല്ലാം ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ട്രെയിനിങ് നിങ്ങൾക്ക് ആവശ്യമുണ്ട്, നിങ്ങളുടെ ബിസിനസ്സിനെ ഗ്രോ ചെയ്യാനും നിങ്ങളുടെ പേഴ്സണൽ കഴിവ് ഗ്രോ ചെയ്യാനും സമ്പത്തിനെ ഗ്രോ ചെയ്യാനും സക്സസ് ഗ്രോ ചെയ്യാനും സഹായിക്കുന്നുവെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഞങ്ങളുടെ കൗൺസിലേഴ്സുമായിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ കോഴ്സ് ചൂസ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ദിസ് ഈസ് മീ കസാക് ബെഞ്ചാലി, ബിസിനസ് കോച്ച്, സക്സസ് സ്ട്രാറ്റജിസ്റ്റ്.